Yeah. Good afternoon. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ സ്ക്രീൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ് എടുക്കും കേട്ടോ. ഒന്ന് സ്ലോ ആണ് സിസ്റ്റമേ. ഓക്കെ, അത് വരുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കോമൺ റൂട്ട് വേർഡ് എന്ന് പറയുന്ന ഭാഗമാണ് എടുത്തോണ്ടിരുന്നത് അല്ലെ? ആണോ? വായിച്ചു നോക്കിയോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങള്? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, ശരി. ഇപ്പൊ ഒരു റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? എന്താണ് റൂട്ട് വേർഡ് എന്നാണ് പറഞ്ഞത്? നിങ്ങളുടെ പ്രിഫിക്സും സഫിക്സും എവിടെ വരെയായി? പ്രിഫിക്സ് കംപ്ലീറ്റ് ആയോ? പ്രിഫിക്സ് കംപ്ലീറ്റ് ആയോ? ഇല്ല. ഒരുപാടുണ്ടോ ഇനി കംപ്ലീറ്റ് ആവാനായിട്ട്? ഒരുപാടുണ്ടോ? അബ്രിവിയേഷൻസ് മിസ് എടുത്തോണ്ടിരിക്കുകയല്ലേ നിങ്ങൾക്ക്? അബ്രിവിയേഷൻസ് എടുത്തോണ്ടിരിക്കുകയല്ലേ? കഴിഞ്ഞോ? അബ്രിവിയേഷൻ കഴിഞ്ഞോ? ഓക്കെ, ശരി ശരി. ആകെ ഇനി പ്രിഫിക്സും സഫിക്സിന്റെയും ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കോമൺ റൂട്ട് വേർഡ് ഇന്ന് മിസ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഇന്ന് മിസ്സിന് നാളെ ക്ലാസ് ഉണ്ട്. അപ്പൊ ആ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ മാക്സിമം ഇന്ന് തീർക്കാൻ നോക്കാം. കഴിഞ്ഞില്ലെങ്കിൽ മാത്രം നമുക്ക് നാളത്തേക്ക് കുറച്ച് സമയം മതിയാവും. കോമൺ റൂട്ട് വേർഡ്സ് ബാക്കി ഇനി കുറച്ച് ബാക്കി മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പൊ ബാക്കി എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് അല്ലേ? നോക്കിയിരുന്നോ? 1 and 2 മോഡ്യൂൾസിലെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിരുന്നോ? ചെയ്തോ? ഓക്കെ, ശരി. ഓക്കെ, അപ്പോ ലേബർ റൂം. ഓക്കെ, സോറി മിസ്സിന്റെ അല്ലെ? ഓക്കെ, അപ്പൊ ഇത് 2-3 ദിവസം സമയമുണ്ടല്ലോ. എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടിയോ? ഇൻഫർമേഷൻസ് വന്നോ? 1 and 2 മോഡ്യൂൾ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നോ? വന്നിട്ടില്ല. ഓക്കെ, ഒഫീഷ്യലി അറിയിക്കും കേട്ടോ. ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരാഴ്ച അല്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് വീക്ക് ഒരുപാട് ദിവസമൊന്നും ഉണ്ടാവില്ല. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആവും, പോർഷൻസ് കംപ്ലീറ്റ് ആവും. അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ എക്സാമിന് മുമ്പായിട്ട് ഒരു ഒരുപാട് ദിവസമൊന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു 2-3 ദിവസമൊക്കെ സ്റ്റഡി ലീവ് കിട്ടാറുണ്ട് കേട്ടോ. അത്രയും പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതൽ നമ്മള് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടിരിക്കും. അതല്ല 2-3 ദിവസമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. സ്റ്റഡി ലീവ് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പോഴേ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം കേട്ടോ. തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ തുടങ്ങാം. അപ്പോ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് മിസ് റിവൈൻഡ് ചെയ്യാണ്. സ്പീഡ് വരാനായിട്ടൊരു ഇത്തിരി ലേറ്റ് ആവും കേട്ടോ. ഒന്നാമത്തെ ഒരു സ്ലോ ഉണ്ട്, നമ്മുടെ സിസ്റ്റത്തിൽ ഇത്തിരി സ്ലോ ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ വരുന്നതിനനുസരിച്ച് മിസ് പ്രസന്റ് ചെയ്യാമേ. ഓക്കെ, അപ്പൊ നമ്മൾ കോമൺ റൂട്ട് വേർഡ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കോമൺ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോമൺ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഒരു റൂട്ട് വേർഡ്, ഒരു വേർഡിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ റൂട്ട് എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? ആ വേർഡിലെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള മീനിങ് തരുന്ന, അല്ലെ, അല്ലെങ്കിൽ ചീഫ് പാർട്ട് ഓഫ് ദ വേർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ മോസ്റ്റ് ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് എ വേർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞിരുന്നു, ഇല്ലേ? എത്ര എണ്ണം നമ്മൾ പഠിച്ചു? കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര എണ്ണം വരെ നമ്മൾ പറഞ്ഞു? 29 വരെ പറഞ്ഞു നിർത്തിയില്ലായിരുന്നോ? ആണോ? 29 വരെ പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? പറഞ്ഞു തന്നിരുന്നോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറഞ്ഞു തന്നില്ലേ? ഓക്കെ, അപ്പോ ഇതൊക്കെ വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവട്ടെ, എളുപ്പത്തിലുള്ള ഭാഗങ്ങളാണ്. പക്ഷെ അത് നിങ്ങൾ ആ ഒരു വേർഡ്സ് ചിലതിന്റെയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ അതിന്റെ ആ ഒരു ടേംസും കൂടി ഒക്കെ ഒന്ന് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. അപ്പൊ ഒന്നില്ലെങ്കിൽ അത് ഈ ഒരു മീനിങ് വരുന്ന റൂട്ട് വേർഡ് ഇതിൽ ഏതാണ് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ റൂട്ട് വേർഡ് തന്നിട്ട് അതിന്റെ മീനിങ് ഏതാണെന്ന് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താനും ചോദിക്കാം കേട്ടോ. അപ്പൊ ചിലതിന്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ് ഇപ്പൊ 1-2 ഒക്കെയാണ്. അപ്പൊ അതിപ്പോ അബ്രിവേഷനിലാണെങ്കിലൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു വേർഡിന്റെ മീനിങ് തന്നെ 1-2 ഒന്നിലധികം മീനിങ്സ് വരുന്ന വേർഡുകളുണ്ട്. അപ്പൊ അങ്ങനെയാവുമ്പോ ഓപ്ഷനിൽ 2 മീനിങ്ങും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ 2 മീനിങ്ങും ആ ഒരു വേർഡിന് തന്നെയാണെന്നുണ്ടെങ്കിൽ ബോത്ത് എ ആൻഡ് ബി അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കണം ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻ. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻസ് വ്യക്തമായിട്ട് വായിച്ച് ഓപ്ഷൻസ് വായിച്ചിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ വേഗം ഇപ്പൊ ഓൺലൈനായിട്ട് എക്സാം എഴുതുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ? നിങ്ങൾ പലരും ഓൺലൈനായിട്ട് ആദ്യമായിട്ടായിരിക്കും എക്സാം എഴുതാൻ പോകുന്നത്, അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം, തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് വായിക്കാം. അതിൽ നമുക്ക് ഏറ്റവും ഉറപ്പാണെന്ന് തോന്നുന്ന ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. അത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട. സാധാരണ നമ്മൾ എക്സാം എഴുതുന്ന പോലെ തന്നെ കൂളായിട്ട് എഴുതാം കേട്ടോ. അല്ലാതെ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ആവില്ല ഇങ്ങനെ ആവുമോ എന്നൊക്കെയുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. അതിനുള്ള അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങളുടെ ഈ ഒരു എക്സാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ കൂടിയാണ് കേട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സഹായങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഇതൊരു പിന്നീട് വരുന്ന എക്സാമുകൾക്കായിട്ട് മുൻപായിട്ട് നമുക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാനും കൂടിയുള്ള ഒരു സെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 29th വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് മിസ് സ്റ്റാർട്ട് ചെയ്യാണ്. ജസ്റ്റ് പറഞ്ഞു പോവാണ് കേട്ടോ. നിങ്ങളുടെ നോട്ട്സ് ഉണ്ടല്ലോ അല്ലെ? ടെക്സ്റ്റിലെ കയ്യില് ഇല്ലേ?
അപ്പൊ അതിലൊന്ന് നോക്കാം കേട്ടോ. ഇവിടെ പ്രസന്റ് ആകുന്നത് വരെയും അതിലൊന്ന് നോക്കണേ. ഓക്കെ, 13 നെക്സ്റ്റ് പറയാണ്. 13 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ട് അല്ലെ? ഫ്രാക്ട് എന്നുള്ളതാണ്. അപ്പൊ ഫ്രാക്ട് എന്ന് പറഞ്ഞാല് നമ്മള് കേട്ടിട്ടുള്ള കുറെ ടേംസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട. ബ്രേക്ക് എന്നാണ് ഇതിന്റെ മീനിങ്. ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. അതായത് ഫ്രാക്ഷൻ കേട്ടിട്ടുള്ള വേർഡ് അല്ലേ? ഫ്രാക്ഷൻ, ഫ്രാക്ചർ, ഫ്രാഗ്മെന്റ്, ഇതൊക്കെ കേട്ടിട്ടുള്ള വേർഡില്ലേ? ഇതെല്ലാം ഇതിൽ നിന്നുണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഫ്രാക്ട് എന്നുള്ളതിൽ നിന്നാണ്. ഫ്രാക്ഷൻ ആയിക്കോട്ടെ, ഫ്രാഗ്മെന്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫ്രാക്ചർ ആയിക്കോട്ടെ, ഈ പറയുന്ന ടേംസ്. അതായത് ബ്രേക്ക് ചെയ്യുക എന്നുള്ള അർത്ഥം വരുന്ന ഏത് വേർഡ്സും നമുക്ക് ഫ്രാക്ട് എന്ന വഴി നമുക്ക് ആ ഒരു റൂട്ട് വേർഡിൽ നിന്ന് ഉണ്ടാക്കാവുന്നതാണ്. അടുത്തത് ജസ്റ്റ്. ജസ്റ്റ് എന്ന് പറഞ്ഞാല് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഡൈജസ്റ്റ് എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടാവും. ജസ്റ്റ് എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ ഇതെല്ലാം ഈ ഒരു കോമൺ റൂട്ട് വേർഡിൽ നിന്നാണ് വരുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ക്യാരി, പ്രൊഡ്യൂസ്, കൺജഷൻ അല്ലെ? ക്യാരി, പ്രൊഡ്യൂസ്, കൺജഷൻ, ഈ മൂന്ന് അർത്ഥമാണ് വരുന്നത്. അപ്പൊ അതിൽ ഏത് അർത്ഥവും വരാം. അതാണ് മിസ് പറഞ്ഞ നേരത്തെ. മീനിങ് ഒന്നിലധികം മീനിങ് വരുന്ന ചില റൂട്ട് വേർഡ്സുകളോ അബ്രിവിയേഷൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പൊ ആ ഒന്നിലധികം വേർഡ്സ് അല്ലെങ്കിൽ മീനിങ്സ് വരുന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ ഇതിൽ ഏതൊക്കെ വേർഡ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ആദ്യം നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. നേരത്തെ പറഞ്ഞില്ലേ, അത് ഇതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ ക്യാരി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, പ്രൊഡ്യൂസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, കൺജഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓൾ ഓഫ് ദ എബോവ് എന്നാണെങ്കിൽ നമ്മൾ ആദ്യമേ കയറി ഏതെങ്കിലും ഒരെണ്ണം കുത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിലധികം വേർഡ്സ് മീനിങ്സ് വരുന്ന വേർഡ്സ് ആണെങ്കിൽ അതൊന്നുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം, ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഇവിടെ ജസ്റ്റ് എന്ന് പറയുന്നതിന്റെ ക്യാരി ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കൺജഷൻ അല്ലെ? എന്താണ്? തിക്കും തിരക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള മീനിങ്ങും ഒക്കെ ജസ്റ്റ് എന്നുള്ള വേർഡ് വഴി വരുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് എന്നുള്ള അർത്ഥത്തിലെടുക്കാം, ഡൈജസ്റ്റ് എന്നുള്ള അർത്ഥത്തിലെടുക്കാം. അപ്പൊ അങ്ങനെ പല മീനിങ്ങിന് ഈ ഒരു കോമൺ റൂട്ട് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് നോ. നോ എന്ന് പറഞ്ഞാല് നോ അല്ലെ? ടു നോ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ നോളജ് പറയാറില്ലേ? ഇതൊക്കെ നമ്മൾ ഈ ഒരു റൂട്ട് വേർഡ് ഉപയോഗിച്ച് പറയുന്ന ടേംസ് ആണ് കേട്ടോ. നോളജ്, അതുപോലെ തന്നെ ഡയഗ്നോസ് പറയാറുണ്ടോ? ഡയഗ്നോസ്, ഇതൊക്കെ നമ്മുടെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ്. ഡയഗ്നോസ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ടേംസ് എല്ലാം നമുക്ക് ഈ ഒരു വേർഡുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് ഗ്രാം. ഗ്രാം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? സംതിങ് റിട്ടൺ ഓർ റെക്കോർഡഡ്, അതായത് എഴുതുകയോ അല്ലെങ്കിൽ വരയ്ക്കുകയോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഗ്രാം എന്ന് പറയുന്നത്. കാർഡിയോഗ്രാം, ഫോളോഗ്രാം കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാം വെച്ച് ഉപയോഗിക്കുന്ന ടേംസ് കേട്ടിട്ടില്ലേ? ഉണ്ട് അല്ലെ? ഇനി അടുത്തത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, ഗ്രാഫ്. ഗ്രാഫ് ഫെമിലിയർ അല്ലേ? ആണോ? ഗ്രാഫ് എന്ന് പറയുന്ന ടേം ഫെമിലിയർ അല്ലേ? ഓക്കെ, എന്താണ്? അതും റൈറ്റ്, റെക്കോർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുക, വരയ്ക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക, ആ ഒരു അർത്ഥം തന്നെയാണ് അല്ലെ? കാർഡിയോഗ്രാഫ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ? പലതരത്തിൽ പല ടേംസും ഉണ്ട്. നമ്മൾ ജസ്റ്റ് മിസ് ഒന്ന് എക്സാമ്പിൾ പറയുന്നുള്ളൂ കേട്ടോ. അടുത്തത് ഹ്യൂമറസ്. ഹ്യൂമറസ് എന്ന് പറഞ്ഞാല് ദ ബോൺ ഇൻ ദ അപ്പർ ആം. എവിടെ കാണുന്ന ബോണാണ്? അപ്പർ ആമില് അല്ലെ? നമ്മുടെ ഷോൾഡർ ബോൺ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഷോൾഡർ ബോൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ ആ ഒരു അപ്പർ ആമില് നമ്മുടെ കൈയുടെ മുകൾ ഭാഗത്ത് കാണുന്ന ആ ഒരു ബോണിനെ വിളിക്കുന്ന പേരാണ്. അപ്പൊ ചില റൂട്ട് വേർഡ്സ് അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ അയോട്ട എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് നമ്മൾ പഠിച്ചു അല്ലെ? അത് അങ്ങനെ തന്നെയല്ലേ യൂസ് ചെയ്യുന്നേ അല്ലെ? ആ ഒരു ടേം നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്തൂടെ? അതുപോലെ തന്നെയാണ് ഹ്യൂമറസ് എന്ന് പറയുന്ന റൂട്ട് വേർഡ്. ഇതിന്റെ കൂടെ പ്രിഫിക്സോ സഫിക്സോ ഒന്നും ചേർക്കണം എന്നില്ല. ഈ ഒരു വേർഡ് നമുക്ക് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം? ഒരു വേർഡ് ആയിട്ട്, മീനിങ് ആയിട്ടുള്ള ഒരു വേർഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതാണ് ഹ്യൂമറസ്. എന്താണ്? ദ ബോൺ ഇൻ ദ അപ്പർ ആം. അപ്പർ ആമിന്റെ ഭാഗത്തുള്ള ബോണിനെയാണ് നമ്മൾ ഹ്യൂമറസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇഡി. ഇഡിയോസ് എന്ന് പറയാറുണ്ട്
അല്ലെങ്കിൽ ഇടി എന്നുള്ളതും നോക്കിയേ ഡിഫറെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അൺനോൺ എന്നുള്ള ഒരു അർത്ഥം കൂടി വരുന്നുണ്ട് കേട്ടോ അതിന്. ഡിഫറെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ളത്. അപ്പൊ ഇതില് ഇഡിയോസ് എന്നൊക്കെ പറഞ്ഞു, അതായത് ഇഡിയോപതിക് പൾമണറി ഫൈബ്രോസിസ് ഇതൊരു കണ്ടീഷൻ ആണ്. അതായത് കോസ് ഓഫ് ദ ലങ് ഡിസീസ് ഇസ് അൺനോൺ. ഇതൊരു ലങ് ഡിസീസ് ആണ്. അത് ഇഡിയോപതിക് പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇവിടെ ആ ലങ് ഡിസീസ് ഉണ്ടാവുന്നതിന്റെ കാരണം അൺനോൺ ആണ്, അതായത് അറിയില്ല. അപ്പൊ അതാണ് ആ ഒരു ഇഡിയോ എന്നോട് പറയുന്ന ആ ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ആ റൂട്ട് വേർഡ് ഉപയോഗിച്ച്, അതായത് അൺനോൺ ആയിട്ടുള്ള കോസ്, ആ ഒരു അർത്ഥമാണ് അവിടെ വരുന്നത് കേട്ടോ. അടുത്തത് അയഡോ. അയഡോ എന്ന് പറഞ്ഞാൽ അയഡിൻ കേട്ടിട്ടുണ്ടല്ലോ, അവിടെ വേറെ ഒന്നും വ്യത്യാസമൊന്നുമില്ല, അയഡിൻ. ഇനി അടുത്തത് ലാക്റ്റ്. ഇത് നമ്മൾ കേട്ടിട്ടുള്ള ടേം ആയിരിക്കും. അതിന്റെ മീനിങ് വരുന്നത് മിൽക്ക് എന്ന അർത്ഥം. മിൽക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് ടേംസ് കേട്ടിട്ടില്ലേ? ലാക്റ്റ് വെച്ചിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ലാക്ടോസ്, ലാക്ടേഷൻ കേട്ടിട്ടുണ്ടോ? അപ്പൊ മിൽക്ക് എന്ന അർത്ഥമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലാക്റ്റ് എന്ന് പറയുന്ന കോമൺ റൂട്ട് വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ നമ്മള് 38 വരെയാണ് പറഞ്ഞു നിർത്തിയത്. ദെൻ 39 എന്ന് പറഞ്ഞാല് ലിംഗു. ലിംഗു എന്ന് പറഞ്ഞാല് ടങ് എന്നാണ് അർത്ഥം. അതായത് ടങ് എന്നാണ് അർത്ഥം. സബ്ലിംഗ്വൽ കേട്ടിട്ടുണ്ടായിരിക്കും ടേം. കേട്ടിട്ടുണ്ടോ? പഠിച്ചോ? സബ്ലിംഗ്വൽ എന്ന് പറയുന്ന ടേം കേട്ടിട്ടുണ്ടോ? അതായത് ടങ്, അതായത് സബ്ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ refers to the something located under the tongue കേട്ടോ. നാവിന് അല്ലെങ്കിൽ ടങ്ങിൻ താഴെ എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ. അല്ലെ നാവിന് താഴെ അല്ലെങ്കിൽ അണ്ടർ ദ ടങ് എന്നുള്ള അല്ലെങ്കിൽ beneath the tongue എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അണ്ടർ ദ ടങ് എന്നുള്ള അർത്ഥമാണ് ലിംഗു അല്ലെങ്കിൽ സബ്ലിംഗ്വൽ എന്ന് പറയുന്ന ഒരു ടേമിന് വരുന്നത്. അപ്പൊ ടങ്ങുമായി ബന്ധപ്പെട്ടാണ് ലിങ്ക് എന്ന് പറയുന്ന ആ ഒരു കോമൺ റൂട്ട് വേർഡ് യൂസ് ചെയ്യും. അടുത്തത് മെൻ. മെൻ എന്ന് പറഞ്ഞാല് മന്ത് എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അതായത് മന്തുമായി ബന്ധപ്പെട്ട് മെന്നുമായി ബന്ധപ്പെട്ട ഒരു ടേം പറഞ്ഞേ, മെൻസ്ട്രേഷൻ അല്ലേ? അത് മന്തുമായി ബന്ധപ്പെട്ടല്ലേ, മാസമല്ലേ വരുന്നത് അല്ലേ? മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം. അപ്പൊ അതിന്റെ അർത്ഥം മന്ത് എന്നുള്ള ഒരു മീനിങ്ങുമായി ബന്ധപ്പെട്ട് മെൻ എന്ന് പറയുന്നത് റൂട്ട് വേർഡിൽ നിന്നുണ്ടായിരുന്നതാണ് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ടേം. അടുത്തത് ഒക്യൂൾ. ഒക്യൂൾ എന്ന് പറഞ്ഞാല് ഐ എന്നാണ് അർത്ഥം. അതായത് ഒക്യൂളുമായി ബന്ധപ്പെട്ട് ബൈനോക്കുലസ്, എന്താണ് ബൈനോക്കുലാർ എന്ന് പറയാം നമുക്ക്, ഒക്യുലാർ, ഒക്യുലിസ്റ്റ്, അങ്ങനെ കുറെ ടേംസ് നമ്മുടെ ഐയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു ടേം വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റൂട്ട് വേർഡ് വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവ്. ഓവ് എന്താണ്? എഗ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഓവം, ഓവറി, ഓവുലേറ്റ്, ഓവുലേഷൻ കേട്ടിട്ടുണ്ടല്ലോ ടേംസ് ഒക്കെ ഇല്ലേ? അപ്പൊ ഇതെല്ലാം നമ്മുടെ ഒ വി അല്ലെങ്കിൽ ഓ എന്ന് പറയുന്ന കോമൺ റൂട്ട് വേർഡിൽ നിന്നാണ് വരുന്നത്. അടുത്തത് പാൽപേറ്റ്. പാൽപേറ്റ് എന്ന് പറഞ്ഞ ടേം അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, അതായത് നമ്മുടെ സ്പർശനത്തിലൂടെ പരിശോധിക്കുക, അതാണ് പാൽപേറ്റിന്റെ അർത്ഥം. തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്പർശനത്തിലൂടെ പരിശോധിക്കുന്നതാണ് പാൽപേറ്റ് എന്നുള്ള അർത്ഥം വരുന്നത്. പെട്ടെന്ന് പറഞ്ഞാല് ചൈൽഡ് ഓഫ് ഫൂട്ട് എന്നാണ് അർത്ഥം. അതായത് പെട്ടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മളാണ് നിങ്ങൾ പീഡിയാട്രിക്സ് അല്ലെ, കാണാൻ കേൾക്കാറുള്ള വേർഡ് അല്ലേ പീഡിയാട്രിക്സ്. അതുപോലെ തന്നെ പെഡസ്ട്രിയൻ, പെഡോളജി, പെഡിക്യൂർ, ഇതൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള വേർഡ് അല്ലേ. അപ്പൊ ഫൂട്ടുമായി ബന്ധപ്പെട്ടോ ചൈൽഡുമായി ബന്ധപ്പെട്ടോ അങ്ങനെ രണ്ടർത്ഥം വരുന്നുണ്ട് കേട്ടാ. ചൈൽഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പെഡ് യൂസ് ചെയ്യാറുണ്ട്, ഫൂട്ടുമായി ബന്ധപ്പെട്ട ടേംസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ രണ്ട് മീനിങ്ങും വരുന്നുണ്ട് കേട്ടാ. അപ്പൊ അങ്ങനെയുള്ളതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. അടുത്തത് പെർക്കസ്. ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്, അതായത് ഇവിടെ പെർക്കസ് ചെയ്യാന്ന് പറഞ്ഞാല് ചാപ്പ് ബോഡി പാർട്സ്, നമ്മുടെ ബോഡി പാർട്സ് ഇൻസ്പെക്ട് ചെയ്യാം, പരിശോധിക്കാം. എങ്ങനെ? ഫിംഗേഴ്സ് ഉപയോഗിച്ചുകൊണ്ടോ, ഹാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ടോ, ചെറിയ സ്മോൾ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടോ നമ്മുടെ ബോഡി പാർട്സിനെ പരിശോധിക്കുന്നത്, സ്ട്രൈക്ക് ചെയ്ത് പരിശോധിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് പരിശോധിക്കുന്നതിനെയാണ് പെർക്കസ് എന്ന് പറയുന്നത്. ഫോർത്ത്, ഇത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ലൈറ്റ് എന്നാണ് അർത്ഥം. എന്താണ്? ഫോട്ടോ എന്നും പറയാറുണ്ട് കേട്ടോ. ഫോട്ടോ അല്ലെങ്കിൽ ഫോട്ടോ എന്നുള്ളൊരു ടേമും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ലൈറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്തായിരിക്കും? ഫോട്ടോഗ്രാഫ് അല്ലെ, ഫോട്ടോസിന്തസിസ് കേട്ടിട്ടില്ലേ ടേംസ് ഒക്കെ എന്തോ, അതാണ് ലൈറ്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ വരുന്നത്. അടുത്തത് പ്ലൂർ.
പ്ലൂറോ എന്നാണ് ശരിക്കും സാധാരണ അവിടെ പ്ലൂറോ അല്ലെങ്കിൽ പ്ലൂറ എന്നൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതായത് റിബ് അല്ലെങ്കിൽ സൈഡ് എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ. അതല്ലെങ്കിൽ പ്ലൂറ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കേട്ടോ. ദെൻ അടുത്തത് ടോ. ടോ എന്ന് പറഞ്ഞാൽ ഫുഡ് എന്നാണ് അർത്ഥം. നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ടോ, TOE ടോ യൂസ് ചെയ്യാറില്ലേ. തോട് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മുടെ ഫുഡുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് അല്ലേ. അപ്പൊ അതൊക്കെ ഈ ഒരു റൂട്ട് വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അടുത്തത് ടിയ. ടിയ എന്ന് പറഞ്ഞാൽ സലൈവ എന്നാണ് അർത്ഥം. സലൈവ, അതായത് ടിയാലിസം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഹൈപ്പർ സലൈവേഷനെയാണ് ടിയാലിസം എന്ന് പറഞ്ഞ കണ്ടീഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു ടിയ എന്ന് പറയുന്ന ആ ഒരു റൂട്ട് വേർഡിൽ നിന്നാണ് ടിയാലിസം എന്ന് പറയുന്ന ഹൈപ്പർ സലൈവേഷൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വേർഡ് വന്നിരിക്കുന്നത്. അടുത്തത് ഫയർ. ഫയർ എന്ന് പറഞ്ഞാല് എന്താണ് എന്റെ അർത്ഥം? ഫയർ എന്നാണ് കേട്ടാ. ഫയർ ഫയർ ആണ്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പൈറോ ടെക്നിക് എന്താണ്? പൈറോ ടെക്നിക് എന്ന് പറഞ്ഞാല് ഫയർ വർക്സിനെയാണ് നമ്മൾ പൈറോ ടെക്നിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ടേം യൂസ് ചെയ്യുന്ന പൈറോ മാനിയാക് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഫയറുമായി ബന്ധപ്പെട്ടാണ്. ഫയർ വർക്സിനെ പറയുന്നത് പൈറോ ടെക്നിക് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൈറോ മാനിയാക് എന്ന് പറഞ്ഞാല് വസ്തുക്കൾ തീയിടാനായിട്ട് അതിയായ ആഗ്രഹമുള്ള ആളുകളിലെ അങ്ങനെയുള്ളവരെയാണ് പൈറോമാനിയാക് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആ ഒരു ഫയർ എന്ന് പറയുന്ന മീനിങ് വരുന്ന ഫയർ എന്ന് പറയുന്ന ആ ഒരു കോമൺ റൂട്ട് വേർഡിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ട് ടേംസ് ആണ്. ഇനി അടുത്തത് റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാല് ഒന്നാമത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ തുടങ്ങിയ ഒരു റേഡിയസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. പഠിച്ചിട്ടുണ്ടോ? സർക്കിളുമായി ബന്ധപ്പെട്ട ഒരു റേഡിയസ് പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ല? റേഡിയസ് പഠിച്ചിട്ടില്ലേ? അതല്ലാതെ നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് രണ്ട് ബോൺസ് ഉണ്ട്. നമ്മുടെ ഫോറാം ബോൺസ് ആണ്. അതായത് നമ്മുടെ കൈയുടെ ആ ഭാഗത്തുള്ള രണ്ട് ബോൺസ് ആണ് റേഡിയസും അൾണയും. പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? റേഡിയസ് ആണ് അൾണ. അപ്പൊ അത് രണ്ടർത്ഥം ഇവിടെ വരുന്നുണ്ട്. ദ ഫോറാം ബോൺ ഓൺ ദ തം സൈഡ്, നമ്മുടെ കൈയുടെ തം സൈഡിലുള്ള രണ്ട് ബോൺസ്, ഫോറാം ബോൺസിൽ ഒരു ബോൺ, അതായത് റേഡിയസും അൾണയിലെ റേഡിയസ് എന്ന് പറയുന്ന ആ ഒരു ബോണിനെ നമുക്ക് ഇത് സൂചിപ്പിക്കാം. അതല്ല എങ്കിൽ ഓൾസോ എ ലൈൻ ഫ്രം ദ സെന്റർ ഓഫ് എ സർക്കിൾ ഓർ സ്ഫിയർ ടു ദ എഡ്ജ് അല്ലെ. അതായത് ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും അതിന്റെ എഡ്ജിലേക്കുള്ള ആ ഒരു എന്താണ് ഒരു ലൈനെയാണ് നമ്മൾ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയുന്നത്. ഇല്ലേ, മാത്സിൽ നമ്മൾ അങ്ങനെ പഠിച്ചിരിക്കുന്നത് അല്ലെ. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും അതിന്റെ എഡ്ജിലേക്കുള്ള ആ ഒരു ലൈനെയാണ് നമ്മൾ റേഡിയസ്. അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നമ്മുടെ ഫോറാം ബോൺസിലെ ഒരു ബോൺ, അതായത് റേഡിയസ് മൾട്ടി എന്ന് പറയുന്ന രണ്ട് ബോൺസ് ആണ്. അതിൽ റേഡിയസ് എന്ന് പറയുന്ന ആ ഒരു ബോണിനെയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത് മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടി പറയാം. ഫ്രാക്ചർ എന്ന് പറഞ്ഞാല് ബ്രേക്ക് എന്നാണ് അർത്ഥം. ഫ്രാക്ഷൻ, ഫ്രാഗ്മെന്റ്, ഫ്രാക്ചർ ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് വരുന്നുണ്ട്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാരി, പ്രൊഡ്യൂസ്, കഞ്ചഷൻ എന്നാണ് അർത്ഥം. ജസ്റ്റർ, ഡൈജസ്റ്റ് എന്നൊക്കെ പറയുന്ന ടേംസ് ഇതിൽ നിന്ന് വരുന്നുണ്ട്. നോ എന്ന് പറഞ്ഞാൽ ടു നോ അല്ലെങ്കിൽ നോളജ് എന്ന അർത്ഥമാണ്. ഗ്രാം എന്ന് പറയുമ്പോൾ സംതിങ് റിട്ടൺ, റെക്കോർഡഡ് ഓർ ഡ്രോൺ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് വരുന്നത്. അതായത് കാർഡിയോഗ്രാം, ഹോളോഗ്രാം, ആൻജിയോഗ്രാം അല്ലെ, അങ്ങനെ നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യാം. ഗ്രാഫ് എന്ന് പറയുമ്പോൾ റൈറ്റ്, റെക്കോർഡ് ഓർ ഡ്രോ എന്ന് പറയുന്ന ആ ഒരു അർത്ഥം തന്നെയാണ് അവിടെ കാർഡിയോഗ്രാഫ് എന്ന് നമ്മൾ പറയാറ്. ഗ്രാഫ് ഉപയോഗിച്ച് പറയുന്ന ടേംസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുത്താം. ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ ദ ബോൺ ഇൻ ദ അപ്പർ ആം, നമ്മുടെ അപ്പർ ആമിൽ കാണുന്ന ബോണിനെയാണ് ഹ്യൂമറസ്. ദെൻ ഇഡിയോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഓർ ഡിസ്ട്രിക്ട്, അതായത് ഇഡിയോപതിക് പൾമണറി ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ the cause of the lung disease unknown എന്നാണ് അർത്ഥം. ഒരു അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അർത്ഥം വരുന്ന, അല്ലെങ്കിൽ അൺനോൺ ആണ്, അല്ലെങ്കിൽ അറിവില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള കാര്യം എന്നുള്ള അർത്ഥത്തിലാണ് ഇതെടുക്കുക. ദെൻ അയഡോ എന്ന് പറഞ്ഞാൽ അയഡിൻ. ലാക്ട് എന്ന് പറഞ്ഞാൽ മിൽക്ക് എന്നാണ് അർത്ഥം. അതിൽ ലാക്ടോസ്, ലാക്ടേഷൻ അങ്ങനെയുള്ള ടേംസ് നമുക്ക് യൂസ് ചെയ്യാം. ലിംഗു എന്ന് പറയുമ്പോൾ ടങ് എന്നാണ് അർത്ഥം. സബ്ലിംഗുൽ എന്ന് പറഞ്ഞാൽ അണ്ടർ ദ ടങ് എന്നാണ് കേട്ടോ. അടുത്തത് മെൻ എന്ന് പറഞ്ഞാൽ മന്താണ് അർത്ഥം. അതുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് മെൻസ്ട്രേഷൻ. അടുത്തത് ഒക്യൂൾ എന്ന് പറഞ്ഞാൽ ഐ എന്നാണ് അർത്ഥം. അതുമായി ബന്ധപ്പെട്ടാണ് ബൈനോക്കുലർ, ഒക്യുലാർ, ഒക്യുലിസ്റ്റ് എന്ന് പറയുന്ന ടേംസ് ഒക്കെ ഐയുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓ എന്ന് പറഞ്ഞാൽ എഗ് എന്നാണ് അർത്ഥം. അതിൽ ഓവറി, ഓവം, ഓവുലേഷൻ അങ്ങനെയുള്ള ടേംസ് നമുക്ക് യൂസ് ചെയ്യാം. പാൽപേറ്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻസ്പെക്ട് ബൈ ടച്ച്, നമ്മൾ സ്പർശനത്തിലൂടെ പരിശോധിക്കുക എന്നാണ് അർത്ഥം. പെഡ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഓഫ് ഫുഡ് ആണ്. പെഡസ്ട്രിയൻ പറയാം, പെഡിക്യൂർ പറയാം,
പീഡിയാട്രിക്സ് പറയാം. അപ്പൊ അങ്ങനെ ചൈൽഡോ ഫുഡുമായി ബന്ധപ്പെട്ട ആ ഒരു അർത്ഥം വരുന്ന ടേംസ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. പർപ്പസ് എന്ന് പറയുമ്പോൾ ടു ഇൻസ്പെക്ട് ബൈ സ്ട്രൈക്കിംഗ്, എന്തെങ്കിലും നമ്മുടെ ബോഡിയിലെ എന്തെങ്കിലും പാർട്സ്, അതായത് നമ്മുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ചോ ഹാൻഡ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മോൾ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചോ ടാപ്പ് ചെയ്ത് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യുന്ന പരിശോധിക്കുന്നതിനെയാണ് കാൽപേറ്റ് ചെയ്യാൻ, എന്താണ് പെർക്കസ് ചെയ്യാന്ന് പറയുന്നത്. അടുത്തത് ഫോട്ടോ എന്ന് അല്ലെങ്കിൽ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. ഫോട്ടോസിന്തസിസ്, ഫോട്ടോഗ്രാഫ്, അതൊക്കെ നമുക്ക് ആ വഴി വഴി പറയാവുന്നതാണ്. അടുത്തത് പ്ലൂറ അല്ലെങ്കിൽ പ്ലൂർ എന്ന് പറഞ്ഞാൽ റിബ് സൈഡ് അല്ലെങ്കിൽ പ്ലൂറ എന്നുള്ള അർത്ഥമാണ്. ടോ എന്ന് പറയുമ്പോൾ ഫൂട്ടുമായി ബന്ധപ്പെട്ട ടോസ് അല്ലെങ്കിൽ ടോ എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ദെൻ ടിയാൽ എന്ന് പറഞ്ഞാൽ സലൈവ, ടിയാലിസം എന്ന് പറഞ്ഞാൽ ഹൈപ്പർ സലൈവേഷനെയാണ് ടിയാലിസം എന്ന് പറയുന്ന ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഫയർ എന്ന് പറഞ്ഞാൽ ഫയർ ആണ്. അതിൽ പൈറോമാനിയക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുക്കൾ തീയിടാനായിട്ടുള്ള അതിയായ ആളുകൾ ആളുകളെയാണ്. പൈറോ ടെക്നിക് എന്ന് പറഞ്ഞാൽ ഫയർ വർക്സിനെയാണ് നമ്മൾ പറയുന്നത്. റേഡിയസ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഫോറാം ബോണിനെയും പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെന്ററിൽ നിന്നും ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്നും എഡ്ജിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈനെയും റേഡിയസ് എന്ന് പറയാറുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചതിന് ശേഷം ഒന്ന് റിപ്ലൈ ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. കഴിഞ്ഞു. ഇമ്പോർട്ടൻസ് പറയട്ടെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയട്ടെ. റെഡി അല്ലേ? ഓക്കെ, നോട്ട് ചെയ്തോളൂ കേട്ടോ. 32, 32, 34, 32, 34, 35, 32, 34, 35, 38, 38, 44, 44, 46, 46, 47, 47, 52, 52. ഒന്നുകൂടി പറയാം. 32, 34, 35, 38, 44, 46, 47, then 52. കിട്ടിയോ? ഓക്കെ, ശരി. സോ നെക്സ്റ്റിലേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് 53 ആണ്. നെക്സ്റ്റ് റിൻ. റിൻ അല്ലെങ്കിൽ റിനോ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന്റെ മീനിങ് വരുന്നത് കിഡ്നി എന്നാണ്. അപ്പൊ നമ്മള് റീനൽ കേട്ടിട്ടുണ്ടോ? റിനോപ്പതി കേട്ടിട്ടുണ്ടോ? ഈ ടേംസ് ഒക്കെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് അല്ലെ, കിഡ്നിയെ ബാധിക്കുന്ന ഡിസീസുകളാണ് നമ്മുടെ റെനോപ്പതിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുപോലെ തന്നെ റീനൽ എന്ന് പറഞ്ഞാൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ, റിലേറ്റിംഗ് ടു കിഡ്നി എന്നാണ് അല്ലെ അർത്ഥം. അപ്പൊ കിഡ്നിയുമായി ബന്ധപ്പെട്ടാണ് റിനോ അല്ലെങ്കിൽ റിൻ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. അടുത്തത് റെറ്റിന. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എന്തുമായി ബന്ധപ്പെട്ട റെറ്റിന കേട്ടിരിക്കുന്നത്? കണ്ണുമായി ബന്ധപ്പെട്ട് അല്ലെ, കണ്ണുമായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ റെറ്റിന എന്ന് പറയുന്ന ടേം കേട്ടിരിക്കുന്നത്. ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ലെയർ ഓഫ് ദ ഐ അല്ലെ, നമ്മുടെ കണ്ണിന്റെ ഒരു ലെയർ ഓഫ് ഐയുടെ ഒരു ലെയറിനെയാണ് നമ്മൾ റെറ്റിന എന്ന് പറയുന്നത്. ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലെയർ ഓഫ് ടിഷ്യൂസ് ആണ്
At the back of the eye, നമ്മുടെ കണ്ണിന്റെ ബാക്ക് സൈഡിലായിട്ട് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലെയർ ഓഫ് ടിഷ്യൂസ് അടങ്ങിയിട്ടുള്ള ഭാഗമാണ് റെറ്റിന. അതായത് നമ്മുടെ റെറ്റിനൽ നെർവ്സ്, കളർ ആൻഡ് നൈറ്റ് വിഷൻസ് നമുക്ക് സാധ്യമാക്കി തരുന്ന ആ ഒരു ഭാഗമാണ്, കണ്ണിന്റെ ഭാഗത്തെയാണ് ബാക്ക് സർഫസിലെ എല്ലാ ഒരു ബാക്ക് സൈഡിലുള്ള ആ ഒരു ലെയർ ഓഫ് ടിഷ്യൂസിനെയാണ് നമ്മൾ റെറ്റിന എന്ന് പറയുന്നത്. അടുത്തത് സംഗു. സംഗുൻ അല്ലെങ്കിൽ സംഗു എന്നുള്ള ഒരു വേർഡാണ്. അതിന്റെ അർത്ഥം വരുന്നത് ബ്ലഡ് എന്നാണ്. അതായത് സാങ്ക്യുഫറസ് എന്നൊക്കെ പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ കൺവേയിങ് ബ്ലഡ് അല്ലെങ്കിൽ ക്യാരിയിങ് ബ്ലഡ്. ഇത് ബ്ലഡ് വെസൽസിനെയാണ്. ബ്ലഡ് വെസൽസ് കൺവേയിങ് ചെയ്യുന്നു, ബ്ലഡിനെ കൺവേ ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു എന്നൊരർത്ഥമാണ് സാങ്ക്യുഫറസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലഡുമായി ബന്ധപ്പെട്ട റിലേറ്റിംഗ് ടു ബ്ലഡ്, അതുപോലെ അത് ബ്ലഡ് വെസൽസ്, സർക്കുലേറ്ററി സിസ്റ്റം മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് സംഗു എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്ലഡ് എന്ന് പറയുന്ന ആ ഒരു മീനിങ് വരുന്ന ടേം. അടുത്തത് സെബം. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻസ് ആണോ? നമ്മുടെ സ്കിന്നിലുള്ള സെബേഷ്യസ് ഗ്ലാൻസിന്റെ ഫാറ്റി സെക്രീഷനെയാണ്, ഓയിലി ആയിട്ടുള്ള വാക്സി ആയിട്ടുള്ള ആ ഒരു സെക്രീഷനെയാണ് നമ്മൾ സെബം എന്ന് പറയുന്നത്. അടുത്തത് സെക്ട്. സെക്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം കട്ടെന്നാണ്. അപ്പോ സെക്റ്റുമായി ബന്ധപ്പെട്ട് സിസേറിയൻ സെക്ഷൻ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറയാറുണ്ട്. അതായത് കട്ട് അല്ലെങ്കിൽ ടു ഡിവൈഡ് എന്നുള്ളത് സെക്ഷൻ ചെയ്യുക, എ സ്ലൈസ് ഓഫ് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ചെയ്യുക എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് കേട്ടോ. സിസേറിയൻ സെക്ഷൻ എന്നൊക്കെ നമുക്ക് ആ ഒരു കട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് ടു ഡിവൈഡ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് എടുക്കും. ദെൻ അടുത്തത് സെപ്സിസ്. സെപ്സിസ് എന്ന് പറഞ്ഞാല് ദ പ്രസൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം ഓർ ദെയർ ടോക്സിൻസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡില് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ അവരുടെ ടോക്സിൻസിന്റെ പ്രസൻസ്, അതുപോലെ തന്നെ ഓൾസോ ദ ടോക്സിക് കണ്ടീഷൻ കോസ്ഡ് ബൈ സച്ച് പ്രസൻസ്. ഈ ഒരു പ്രസൻസിൽ ഇപ്പൊ നമ്മുടെ ഒരു ബോഡിയിലെ മൈക്രോ ഓർഗാനിസംസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റെസ്പോൺസ് ചെയ്യും അല്ലെ? ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ എന്താണ് ഫൈറ്റിംഗ് റെസ്പോൺസ് കാണിക്കും അല്ലെ? അപ്പൊ അത്തരത്തിൽ ഇവരുടെ പ്രസൻസിൽ ഉണ്ടാവുന്ന ടോക്സിക് കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ ബ്ലഡിൽ ഉണ്ടാവുന്ന ടോക്സിൻസിനെയോ മൈക്രോ ഓർഗാനിസത്തിന്റെയോ പ്രസൻസിനെയും നമുക്ക് സെപ്സിസ് എന്ന് പറയാം. അതായത് സെപ്റ്റിസിമിയ എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്ന കാര്യമാണ്. അപ്പൊ അതൊരു സെപ്സിസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മുടെ ബോഡി അതിനെതിരെ ഫൈറ്റിംഗ് റെസ്പോൺസ് കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന സീരിയസ് കണ്ടീഷനെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സെപ്സിസ് അങ്ങനെ തന്നെ നമ്മൾ ആ ഒരു ടേം അങ്ങനെ തന്നെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്തത് സെപ്റ്റ് എന്ന് പറഞ്ഞാല് വാൾ, ഡിവൈഡർ ഓർ ഓൾസോ സെവൻ എന്നർത്ഥമുണ്ട്. 7 എന്നർത്ഥമുണ്ട്, വാൾ ഭിത്തി എന്നർത്ഥമുണ്ട്, ഡിവൈഡർ എന്നൊരു അർത്ഥവും ഉണ്ട്. അതായത് നേസൽ സെപ്റ്റം, നമ്മുടെ നേസൽ ക്യാവിറ്റിയെ ഡിവൈഡ് ചെയ്ത് ഒരു നേസൽ സെപ്റ്റം ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ സെപ്റ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഡിവൈഡിങ് ദ വാൾ ഓഫ് മെംബ്രെയിൻ, ഡിവൈഡിങ് വാൾ അല്ലെങ്കിൽ മെംബ്രെയിൻ ആണ് കേട്ടോ. ഒരു ക്യാവിറ്റിയെ ഡിവൈഡ് ചെയ്യുന്ന സെപ്റ്റം എന്ന് പറയുന്നത്. നേസൽ സെപ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ നേസൽ ക്യാവിറ്റിയെ ഡിവൈഡ് ചെയ്യുന്നത്. നമ്മുടെ നേസൽ ക്യാവിറ്റി 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ലേ? ഉണ്ടോ? നേസൽ ക്യാവിറ്റി. അപ്പൊ നേസൽ സെപ്റ്റം ആണ് അത് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ദെൻ അടുത്തത് സെറം. സെറം എന്ന് പറഞ്ഞാല് ദ ക്ലിയർ പോർഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിങ് ബ്ലഡ്. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലെ ക്ലിയർ പോർഷനെ, അതായത് ഇൻക്ലൂഡിങ് ബ്ലഡ് ഉൾപ്പെടെയുള്ള ബോഡി ഫ്ലൂയിഡ്സിലെ ക്ലിയർ പോർഷനെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് സൈനസ്. സൈനസ് എന്ന് പറഞ്ഞാല് ക്യാവിറ്റി, ചാനൽ ഓർ ഹോളോ സ്പേസ് എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ബോഡിയിലുള്ള ക്യാവിറ്റിയെയോ ചാനലിനെയോ ഇനി ഹോളോ സ്പേസിനെയോ. അപ്പൊ പാരാനേസൽ സൈനസസ് എന്ന് പറയാറുണ്ട്. എയർ ഫിൽഡ് ആയിട്ടുള്ള സ്പേസസ് ആണ് കേട്ടോ നമ്മുടെ ബോൺസിൽ. അതായത് നമ്മുടെ സ്കൾ നിയർ ദ നോസിന്റെ തൊട്ടടുത്തായിട്ട് സ്കള്ളിനുള്ളിലുള്ള ബോൺസിനിടയിലുള്ള എയർ ഫിൽഡ് സ്പേസസിനെയാണ് പാരാനേസൽ സൈനസസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ അടുത്തതാണ് സോമ. സോമ എന്ന് പറഞ്ഞാല് നമ്മുടെ എൻറ്റയർ ബോഡി ഓഫ് ആൻ ഓർഗാനിസം ആണ്. ഒരു ഓർഗാനിസത്തിന്റെ എൻറ്റയർ ബോഡിയാണ് നമ്മൾ സോമ എന്ന് പറയുന്നത്. ദെൻ സ്പൈർ എന്ന് പറഞ്ഞാല് കോയിൽ എന്നാണ് അർത്ഥം. അതായത് സ്പൈറോമെട്രി കേട്ടിട്ടുണ്ടാവും. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ കേട്ടിട്ടുണ്ടോ? അത് സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ ലങ് ഫംഗ്ഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൈറോമെട്രി ചെയ്യുന്നത്. അതായത് ഒരു സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള ട്യൂബ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എയർ ഫ്ലോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് സ്പൈറോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ അങ്ങനെ സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള കോയിൽ ഷേപ്ഡ് ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ സ്പൈറോ എന്നുള്ളൊരു ടേം ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാസിസ് എന്ന് പറഞ്ഞാല് സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ്. ബ്ലഡ് പോലെയുള്ള നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഫ്ലൂയിഡിന്റെ
സ്ലോ ആവുന്നത്, അതിന്റെ ഫ്ലോ സ്ലോ ആവുകയോ സ്റ്റോപ്പ് ആവുകയോ, നോർമൽ ആയിട്ടുള്ള ഫ്ലോ സ്ലോ ആവുകയോ സ്റ്റോപ്പ് ആവുകയോ ചെയ്യുന്ന കണ്ടീഷനെയാണ് സ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ബ്ലഡ് സ്റ്റാസിസ് ആണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള നോർമൽ ബ്ലഡ് ഫ്ലോ സ്ലോ ആവുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുന്ന കണ്ടീഷൻ. ലിംഫാറ്റിക് സ്റ്റാസിസ് ആണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ലിംഫ് ഫ്ലൂയിഡ്സ് സ്ലോ ആവുന്ന കണ്ടീഷൻ, സ്റ്റോപ്പ് ആവുന്ന കണ്ടീഷനെയാണ് നമ്മുടെ സ്റ്റാസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്റ്റാച്ചർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ് അർത്ഥം, ഹൈറ്റ് എന്നുള്ളതാണ് അർത്ഥം. അടുത്തത് സ്റ്റേർണോ, അതായത് സ്റ്റേർണം അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് ബോണെയാണ് നമ്മുടെ സ്റ്റേർണോ അല്ലെങ്കിൽ സ്റ്റേൺ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് സ്റ്റോമ. സ്റ്റോമ എന്ന് പറഞ്ഞാൽ എനി ടൈനി ഓപ്പണിംഗ് ഓൺ ദ സർഫസ് ഓഫ് ദ ബോഡി ലൈക്ക് പോൾ, അതായത് ഓൾസോ ദ ഓപ്പണിംഗ് ക്രിയേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ വാൾ ഫോർ ദ പാസേജ് ഓഫ് യൂറിൻ ഓർ ഫീസസ്. എന്ന് വെച്ചാല് ഇവിടെ ഒരു ടൈനി, അതായത് നമ്മുടെ ബോഡി സർഫസിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഓപ്പണിങ്സ്, ഏതൊരു ചെറിയ ഓപ്പണിങ്ങിനെയും നമുക്ക് സ്റ്റോമ എന്ന് പറയാം. അതുപോലെ തന്നെ അതായത് ഒരു പോറ് പോലെ ഒരു ഓപ്പണിങ്സ്, ഏതൊരു ബോഡി സർഫസിൽ ഉണ്ടാവുന്ന ഏതൊരു ചെറിയ ഓപ്പണിങ്ങിനെയും സ്റ്റോമ എന്ന് പറയാം. അതായത് അതോടൊപ്പം തന്നെ നമുക്ക് പറയാവുന്നതാണ് നമ്മുടെ അബ്ഡോമിനൽ വാൾസ്, അതായത് ക്രിയേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ വാളില് നമ്മുടെ യൂറിനും ഫീസസും ഒക്കെ പാസേജ് ചെയ്യാൻ, പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഓപ്പണിങ്ങിനെയും നമുക്ക് സ്റ്റോമ എന്ന് പറയാം. ദെൻ അടുത്തതാണ് ടാക്ട്. ടാക്ട് എന്ന് പറഞ്ഞാൽ ടച്ച് എന്നാണ് അർത്ഥം. അതായത് ടാക്ട് എന്ന് പറഞ്ഞാല് സയൻസ് ഓഫ് ഡിസീസ് ഓർ സെൻസ് എന്നുള്ള അർത്ഥമാണ്. ഫീൽ വിത്ത് ഹാൻഡ്സ്, നമ്മുടെ ടച്ച് ചെയ്യുന്ന ആ ഒരു ടച്ചിനെ അല്ലെങ്കിൽ ആ ഒരു സെൻസ് ചെയ്യുന്നതിനെയാണ് ടാക്ടൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഒന്നുകൂടി വേഗം നോക്കാം. റെൻ എന്ന് പറഞ്ഞാല് റെനോ എന്നൊക്കെ പറഞ്ഞാൽ റീനൽ, റെനോപ്പതി എന്നൊക്കെ പറഞ്ഞാൽ കിഡ്നി എന്നുള്ള ഒരു ടേമുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. റെറ്റിന എന്ന് പറഞ്ഞാൽ ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ലെയർ ഓഫ് ദ ഐ, നമ്മുടെ ഇന്റർ നെർവ്സും കാര്യങ്ങളൊക്കെ റെറ്റിനൽ നെർവ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ലെയർ ഓഫ് ദ ടിഷ്യൂസ് സീൻ അറ്റ് ദ ബാക്ക് ഓഫ് ദ ഐസ് ആണ് റെറ്റിന എന്ന് പറയുന്ന ഭാഗം. സംഭവം എന്ന് പറഞ്ഞാൽ സംഗിഫറസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബ്ലഡ് ക്യാരി ചെയ്യുന്നു അല്ലെങ്കിൽ കൺവേ ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു ഉള്ള ഒരു അർത്ഥമാണ്. അത് ബ്ലഡ് വെസൽസ് അതുപോലെ തന്നെ മറ്റ് സർക്കുലേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. Then sebum എന്ന് പറഞ്ഞാല് ഫാറ്റി സെക്രീഷൻ ഓഫ് സെബേഷ്യസ് ഗ്ലാൻസ് ഇൻ ദ ബോഡി. സ്കിന്നിലുള്ള സെബേഷ്യസ് ഗ്ലാൻസ് നമ്മുടെ ഫാറ്റി സെക്രീഷൻ നടത്തുന്നതിനെയാണ് സെബം എന്ന് പറയുന്നത്. അടുത്തത് സെക്ട് എന്ന് പറഞ്ഞാല് സെക്ഷൻ എന്നുള്ള അർത്ഥം, അതായത് സിസേറിയൻ സെക്ഷൻ, ടു കട്ട് അല്ലെങ്കിൽ ഡിവൈഡ് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. സെപ്സിസ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിന്റെയോ ടോക്സിൻസോ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രസൻസിനെ പറയാം, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വഴി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മറ്റ് മാറ്റങ്ങൾ, അതായത് ഡിഫെൻസീവ് ആയിട്ടുള്ള മെക്കാനിസംസ് അല്ലെങ്കിൽ ഫൈറ്റിംഗ് റെസ്പോൺസുകളെയും നമുക്ക് സെപ്സിസ് എന്ന് പറയാവുന്നതാണ്. ദെൻ അടുത്തത് സെപ്റ്റ് എന്ന് പറഞ്ഞാൽ വാൾ ഡിവൈഡർ ഓൾസോ സെവൻ, അതായത് നെയ്സൽ സെപ്റ്റ് എന്ന് പറഞ്ഞാൽ നെയ്സൽ ക്യാവിറ്റിയെ ഡിവൈഡ് ചെയ്യുന്ന വാൾ അല്ലെങ്കിൽ എന്താണ് ഡിവൈഡർ ആണ്. അപ്പൊ അങ്ങനെ ഒരു മീനിങ് കേട്ടോ. അടുത്തത് സെറം എന്ന് പറഞ്ഞാല് ക്ലിയർ പോർഷൻ ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്സ് ഇൻക്ലൂഡിംഗ് ബ്ലഡ് മുതലായ ബോഡി ഫ്ലൂയിഡ്സിന്റെ ക്ലിയർ പോർഷനെയാണ് നമ്മൾ സെറം എന്ന് പറയുക. സൈനസ് എന്ന് പറഞ്ഞാല് ക്യാവിറ്റി, ചാനൽ ഓർ ഹോളോ സ്പേസ്, നമ്മുടെ സ്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ എന്താണ് നോസിന്റെ അടുത്തായിട്ട് നമ്മുടെ ബോൺസിന്റെ ഇടയിൽ കാണുന്ന എയർ ഫിൽഡ് ആയിട്ടുള്ള സ്പേസസിനെയാണ് പാരാനേസൽ സൈനസസ് എന്ന് പറയുന്നത്. അടുത്തത് സോമ എന്ന് പറയുന്നത് എൻറ്റയർ ബോഡി ഓഫ് ആൻ ഓർഗാനിസത്തെയാണ് സോമ. ദെൻ സ്പൈർ എന്ന് പറഞ്ഞാൽ കോയിൽ എന്നാണ് അർത്ഥം. സ്പൈറോമെട്രി എന്ന് പറയുന്നത് സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള കോയിലാണ് അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള ട്യൂബാണ് നമ്മൾ ആ ഒരു ടെസ്റ്റ് ഫംഗ്ഷൻ ടെസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്പൈറോമെട്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ എന്ന് പറയുന്ന കോയിൽഡ് ആയിട്ടുള്ള ബാക്ടീരിയയെ നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് ദ നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് സച്ച് ആസ് ബ്ലഡ് പോലെയുള്ള നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡിന്റെ നോർമൽ ഫ്ലോ സ്ലോ ആവുകയോ സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടീഷനെയാണ് സ്റ്റാസിസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ബ്ലഡ് സ്റ്റാസിസ് പറയാറുണ്ട്, ലിംഫാറ്റിക് സ്റ്റാസിസ് പറയാറുണ്ട്. ബ്ലഡ് സ്റ്റാസിസ് ആണെങ്കിൽ ബ്ലഡിന്റെ നോർമൽ ഫ്ലോ സ്ലോ ആവുകയോ സ്റ്റോപ്പ് ആവുകയോ ചെയ്യുന്ന കണ്ടീഷനാണ്. ലിംഫാറ്റിക് സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ലിംഫ് ഫ്ലൂയിഡിന്റെ നോർമൽ ഫ്ലോ സ്റ്റോപ്പ് ആവുകയോ സ്ലോ ചെയ്യുകയോ ചെയ്യുന്ന കണ്ടീഷനാണ്.
സ്റ്റാച്ചർ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്നാണ് അർത്ഥം. സ്റ്റേണോ എന്ന് പറഞ്ഞാൽ സ്റ്റേണം അല്ലെങ്കിൽ ബ്രസ്റ്റ് ബോൺ എന്നാണ് അർത്ഥം. സ്റ്റോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബോഡി സർഫസിലുള്ള ഏതൊരു ചെറിയ ഓപ്പണിങ്ങിനെയും നമുക്ക് സ്റ്റോമ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ അബ്ഡോമിനൽ വാളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂറിനും ഫീസസും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പണിങ്ങിനെയും നമുക്ക് സ്റ്റോമ എന്ന് പറയാം. ദെൻ ടാക്ട് എന്ന് പറഞ്ഞാൽ ടച്ച് എന്ന അർത്ഥം. ടാക്ട് എന്ന് പറഞ്ഞാൽ സെൻസ് എന്നുള്ള ഒരു അർത്ഥമാണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് വേഗം വായിച്ചിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. കഴിഞ്ഞു. കഴിഞ്ഞു എല്ലാവർക്കും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയട്ടെ മിസ്. 53 നോട്ട് ചെയ്തോട്ടോ. 53, 54, 53, 54, 57, 53, 54, 57, 61, 61, 67, 68. ഒന്നുകൂടെ പറയാം. 53, 54, 57, 61, 67, 68. കിട്ടിയോ? ഓക്കെ, ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. നമ്മുടെ നെക്സ്റ്റിലേക്ക് പോവാണ്. 69 തുടങ്ങി പറയാണ്. ടെട്ര. ടെട്ര എന്ന് പറഞ്ഞാല് ഇതൊരു പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ടെട്ര എന്ന് പറഞ്ഞാല് 4, 4 എന്നല്ലേ അർത്ഥം അല്ലേ? ടെട്ര കേട്ടിട്ടില്ലേ കേട്ടോ? കേട്ടിട്ടുണ്ടോ? 4 എന്നല്ലേ അർത്ഥം, 4 എന്നുള്ള അർത്ഥമാണ് വരുന്നത് അല്ലെ. അതായത് ടെട്രാപ്ലീജിയ, ഇതൊക്കെ ഈ ഒരു വേർഡിൽ നിന്ന് വന്നിരിക്കുന്നതാണ് കേട്ടോ. ടെട്രാപ്ലീജിയ എന്ന് പറഞ്ഞാൽ പാരാലിസിസ് ഓഫ് ബോത്ത് ആംസ് ആൻഡ് ബോത്ത് ലെഗ്സ്. ലെഗ്സും 2 ആംസും 2 ലെഗ്സും ബോത്ത് പാരാലിസിസ് ആവുന്ന കണ്ടീഷനെയാണ് ടെട്രാപ്ലീജിയ എന്ന് പറയുന്ന കണ്ടീഷൻ. അടുത്തതാണ് ടോം. അതായത് ടോം എന്ന് പറഞ്ഞാല് ഇവിടെ അപ്പൻഡക്ടമി പറയാ, കേട്ടിട്ടുണ്ടോ? അപ്പൻഡക്ടമി കേട്ടിട്ടുണ്ടോ? സർജിക്കൽ റിമൂവൽ ഓഫ് അപ്പൻഡിക്സ് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ അനാട്ടമി കേട്ടിട്ടുണ്ടോ? അനാട്ടമി സ്റ്റഡി ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ദ ബോഡി ബൈ സെക്ഷനിങ് അല്ലെ. സെക്ഷനിങ് ചെയ്ത് നമ്മുടെ ബോഡി സ്ട്രക്ചർ, ബോഡി അനാലിസിസ് ചെയ്യുന്നതിനെയാണ്, സ്റ്റഡി ചെയ്യുന്നതിനെയാണ് അനാട്ടമി. അതുപോലെ തന്നെ അപ്പൻഡക്ടമി. ഇതൊക്കെ ഈ ടോം എന്ന് പറയുന്ന ആ ഒരു കട്ട് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്നും വേർഡിൽ നിന്നും വന്നിരിക്കുന്നതാണ് കേട്ടോ. അടുത്തത് ടോക്സിക്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പോയിസണസ് അല്ലെ. പോയിസണസ് എന്നാണ് അതിന്റെ അർത്ഥം, ടോക്സിക്. ദെൻ അടുത്തത് ട്രൈക്ക്. ട്രൈക്ക് എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ട്രിക്ക് എന്ന് പറഞ്ഞാല് ഹെയർ എന്നാണ് അർത്ഥം. അതായത് ട്രൈക്കൈറ്റിസ് അല്ലെങ്കിൽ ട്രിക്കൈറ്റിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹെയർ ഫോളിക്കിൾ. ഹെയർ ഫോളിക്കിൾ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് ട്രൈക്കൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ട്രൈക്ക് എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്നും, ഹെയർ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നിന്നുമാണ് ഇത് വന്നിരിക്കുന്നത്. അടുത്തത് എന്ന് പറയുന്നത് യൂറിൻ. കേട്ടിട്ടുണ്ടല്ലോ? ഇതുമായി ബന്ധപ്പെട്ട് ആ UR എന്ന് പറയുന്ന വേർഡുമായി ബന്ധപ്പെട്ട് യൂറിൻ പറയാം, യുറീത്ര അല്ലെ, നമ്മുടെ മൂത്രനാളി പറയാം. അതുപോലെ പോളിയൂറിയ, അതായത് ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷനെയാണ് നമ്മൾ പോളിയൂറിയ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അവസ്ഥ. ദെൻ അടുത്തത് വേരിക്. വേരിക് എന്ന് പറഞ്ഞാൽ വേരിക്കോസ് വെയിൻ. അത് കേട്ടിട്ടുണ്ടല്ലോ ടേം.
വെരിക്കോസ് വെയിൻ അല്ലെ. അപ്പൊ വെരിക് എന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ എന്നാണ് അതിന്റെ മീനിങ്. അടുത്തത് വെർട്ടിഗോ. വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ എ ഡിസോർഡേർഡ് സെൻസേഷൻ ഇൻ വിച്ച് one's own body or the surroundings are seen as moving. അതായത് ഇതൊരു ഡിസിനസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു സെൻസേഷനിൽ വ്യത്യാസം, അതായത് അവരുടെ സ്വന്തം ബോഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് ആയിക്കോട്ടെ ചുറ്റുപാടും ആയിക്കോട്ടെ മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. അതായത് ശരിക്കും ഒരു ബാലൻസ് ഒക്കെ ഉള്ള ആളുകൾ എങ്ങനെയാ അവരുടെ ബോഡി അല്ലെങ്കിൽ സറൗണ്ടിങ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ടല്ലേ അവർക്ക് തോന്നാം തലകറക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അല്ലെ. അതെ, തലചുറ്റൽ ഉണ്ടാവുന്ന സമയത്ത് അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പെരിഫറൽ വെർട്ടിഗോ എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്നർ ഇയറിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ്. അതായത് ബാലൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള നമ്മുടെ ഇന്നർ ഇയറിൽ ഉണ്ടാവുന്ന പ്രോബ്ലമാണ് പെരിഫറൽ വെർട്ടിഗോ എന്ന് പറയുന്നത്. അപ്പോഴും നമ്മുടെ ഈ പറയുന്ന ഒരു തലചുറ്റലോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ ബോഡി ആയിക്കോട്ടെ ചുറ്റുമുള്ള കാര്യങ്ങളായിക്കോട്ടെ മൂവ് ചെയ്യുന്നത് പോലെ പേഷ്യന്റിന് തോന്നാം. അതുപോലെ തന്നെ സെൻട്രൽ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഇൻ ദ ബ്രെയിൻ ആൻഡ് സെറിബ്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന പ്രോബ്ലമാണ് സെൻട്രൽ വെർട്ടിഗോ. അപ്പൊ അത് രണ്ടിന്റെയും മെയിൻ ആയിട്ടുള്ളൊരു മീനിങ് എന്ന് പറയുന്നത് ആ ഒരു പേഷ്യന്റിന് അവരുടെ സ്വന്തം ബോഡിയോ അല്ലെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങളോ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ ഡിസിനസ് അല്ലെങ്കിൽ തലകറക്കമോ തലചുറ്റലോ അല്ലെങ്കിൽ അത് ഒരു മൂവ് ചെയ്യുന്ന പോലെ അവർക്ക് ഫീൽ ബാലൻസിലെ പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ. ആ ഒരു കണ്ടീഷനാണ്. ദെൻ അടുത്തത് വിസർ. വിസർ അല്ലെങ്കിൽ വിസറ എന്ന് പറഞ്ഞാല് ഇന്റേണൽ ഓർഗൻസിനെയാണ് നമ്മൾ വിസറ അല്ലെങ്കിൽ വിസർ അല്ലെങ്കിൽ വിസറ എന്നാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇന്റേണൽ ഓർഗൻസിനെയാണ്. അടുത്തത് വിസ്കസ്. വിസ്കസ് എന്ന് പറഞ്ഞാല് സ്റ്റിക്കി എന്നാണ് അർത്ഥം. അതായത് വിസ്കസ് ഫ്ലൂയിഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ബ്ലഡ് മ്യൂക്കസ് പോലെയുള്ള ഹൈലി വിസ്കോസിറ്റിയിലുള്ള അല്ലെങ്കിൽ ഹൈലി സ്റ്റിക്കി ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ അല്ലെങ്കിൽ കുറച്ച് കട്ടിയായിട്ടുള്ള ഫ്ലൂയിഡ്സിനെയാണ് വിസ്കസ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് സെൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ മെറ്റീരിയൽ എന്നാണ് അർത്ഥം. അതായത് സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ ഉള്ള ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ട്രാൻസ്പ്ലാന്റേഷൻ ഇത് സാധാരണ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ് സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാല്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഓർഗൻസ് ആയിക്കോട്ടെ ടിഷ്യൂസ് ആയിക്കോട്ടെ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഒരു സ്പീഷീസിൽ നിന്നും മറ്റൊരു സ്പീഷീസിലേക്കാണ്. മനസ്സിലാവുന്നോ? അതായത് ഒരു ബബൂണിൽ നിന്നും ഒരു ഹ്യൂമനിലേക്ക് അങ്ങനെ സ്പീഷീസ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഹ്യൂമൻ എന്ന് പറയുന്ന എല്ലാം ഒരേ സ്പീഷീസ് ആണ് അല്ലെ. അപ്പൊ അതുപോലെയുള്ള ഒറ്റ സെയിം സ്പീഷീസിൽ നിന്നല്ല ഒരു സ്പീഷീസിൽ നിന്നും മറ്റൊരു സ്പീഷീസിലേക്ക് ഓർഗൻസോ ടിഷ്യൂസോ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. വേറായോത് അതായത് ഫോറിൻ മെറ്റീരിയൽ ആണ്, പുറമേ നിന്ന് വരുന്ന മറ്റൊരു ഫോറിൻ മെറ്റീരിയൽ ആണ് ഇത് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അടുത്തത് സെറോ എന്നല്ലെങ്കിൽ സെർ എന്ന് പറയുന്നത് സെറോ എന്നാണ് നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യാറ്. സെർ എന്നുള്ളതിനേക്കാൾ സെറോ ഡ്രൈ എന്നാണ് അർത്ഥം. അതായത് സെറോഡെർമ അതായത് അബ്നോർമലി ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ള ആളുകളുടെ കണ്ടീഷനാണ് സെറോഡെർമ എന്ന് പറയുന്നത്. ചില ആളുകളുടെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള അതായത് സാധാരണ കാണുന്നതിനേക്കാൾ അബ്നോർമലി ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവരുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവര് സെറോഡെർമ കണ്ടീഷൻ ആണ് പറയാ. അതുപോലെ തന്നെ സെറോസിസ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് മെഡിക്കൽ ടേം ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ടേം ആണ് സെറോസിസ്. അപ്പൊ ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. ഓക്കെ, വേഗം ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പൊ എന്തൊക്കെയായിരുന്നു? ടെട്ര എന്ന് പറഞ്ഞാൽ 4 എന്നാണ് അർത്ഥം. ടെട്രാപ്ലീജിയ എന്ന് പറഞ്ഞാൽ പാരാലിസിസ് ഓഫ് ബോത്ത് ആംസ് ആൻഡ് ലെഗ്സ് എന്നാണ് അർത്ഥം വരുന്നത്. ടോം എന്ന് പറയുമ്പോൾ കട്ട് എന്നാണ്, അതായത് അപ്പൻഡക്ടമി സർജിക്കൽ റിമൂവൽ ഓഫ് അപ്പൻഡിക്സ്. അതുപോലെ തന്നെ അനാട്ടമി സ്റ്റഡി ഓഫ് ദി ഹ്യൂമൻ സ്ട്രക്ചർ ഓഫ് ദ ബോഡി ബൈ സെക്ഷനിങ് എന്നുള്ള അർത്ഥമാണ്. ടോക്സിക് എന്ന് പറഞ്ഞാൽ പോയിസണസ്. ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഹെയർ എന്നാണ് അർത്ഥം. ട്രൈക്കോസ് എന്താണ്? ട്രൈക്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോളിങ്ങിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയാണ് പറയുന്നത്. യു എന്ന് പറഞ്ഞാൽ യൂറിൻ, അതുപോലെ യൂറിത്ര, യൂറിനറി ബ്ലാഡർ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. പോളി യൂറിയ, ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷനെ പറയുന്നതാണ്. അപ്പൊ ഇതെല്ലാം ഈ ഒരു വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വെരിക് എന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ എന്നാണ് അർത്ഥം. വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ ഡിസോർഡേർഡ് സെൻസേഷൻ ഇൻ വിച്ച് വൺസ് ഓൺ ബോഡി ഓർ ദ സറൗണ്ടിങ്സ് ആർ സീൻ ആസ് മൂവിംഗ് അല്ലെങ്കിൽ ഡിസിനസ് എന്നുള്ളൊരു കണ്ടീഷൻ. അതായത് പെരിഫറൽ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ ഐയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് വഴി ബാലൻസിൽ പ്രശ്നമാവുന്ന അവസ്ഥയാണ്. സെറിബ്രൽ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ബ്രെയിൻ അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അടുത്തത് വിസറ അല്ലെങ്കിൽ വിസറ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസിനെയാണ് പറയുന്നത്. വിസ്കസ് എന്ന് പറഞ്ഞാൽ വിസ്കസ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് അതുപോലെയുള്ള മ്യൂക്കസ് പോലെയുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഫ്ലൂയിഡ്സിന് ഹൈ വിസ്കോസിറ്റിയിലുള്ള ഫ്ലൂയിഡ്സിനെയാണ് വിസ്കസ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്.
സെൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ മെറ്റീരിയൽ എന്നാണ് അർത്ഥം. സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ ടേം യൂസ് ചെയ്യാറുണ്ട്. സെർ എന്ന് പറഞ്ഞാൽ ഡ്രൈ എന്നാണ് അർത്ഥം. സെറോസിസ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട് നമ്മുടെ ഡ്രൈ സ്കിന്നിനെ പറയുന്ന മെഡിക്കൽ ടേം ആണ്. അതുപോലെ തന്നെ സെറോഡെർമ എന്ന് പറഞ്ഞാൽ അബ്നോർമലി ഡ്രൈ ആയിട്ടുള്ള സ്കിൻ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കാം അവിടെ വരെ. ലേബർ റൂം ഒക്കെ കുറച്ചല്ലേ ഉള്ളൂ ഇനി എടുക്കാനായിട്ട്, അല്ലെ? കുറച്ച് ഭാഗം കൂടിയല്ലേ ഉള്ളൂ ഇനി ഉള്ളത്. കുറച്ച് ഭാഗങ്ങളല്ലേ ഉള്ളൂ. അബ്രിവേഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ആയെന്നല്ലേ പറഞ്ഞേ? അത് രമ്യ മിസ് ആയിരുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ കോമൺ റൂട്ട് വേർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പ്രിഫിക്സും സഫിക്സിന്റെയും ആ കുറച്ച് ഭാഗം കൂടി മാത്രമേ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. പിന്നെ ലേബർ റൂം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആ എടുക്കാനുള്ള കുറച്ച് ഭാഗങ്ങളും കൂടി. അത്രയല്ലേ പെൻഡിങ് ഉള്ളൂ? ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയല്ലോ അല്ലെ? ഓക്കെ, ശരി. കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതാണ് കേട്ടോ. കാരണം പല ടീച്ചേഴ്സ് ആണ് കയറുന്നത്, നമ്മൾ പല പോർഷൻസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇൻ കേസ് മനുഷ്യരാണല്ലോ, ചിലപ്പോ ഏതെങ്കിലും ഒന്നോ രണ്ടോ എന്നൊക്കെ അങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ, വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ടും കൂടി ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എടുത്തു തരാൻ വേണ്ടി പറ്റും. നമ്മുടെ ഭാഗത്തുനിന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങളോട് കൂടി ഒന്ന് ചോദിക്കുന്നതാണ്. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയട്ടെ മിസ്. 69 കേട്ടോ. 69, 71, 75, 69, 71, 75, 76, 78, 79, 79, 78 കൂടി പറയാണ് കേട്ടോ. 69 അത് നമ്മൾ പറയാം. 69, 71, 75, 76, 78, 79 കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മുടെ കോമൺ റൂട്ട് വേർഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞതെന്ന് വിചാരിച്ച് ബാക്കിയുള്ളത് വിട്ടുകളയുന്നതാണെന്നല്ല കേട്ടോ. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും വെച്ചിരിക്കണേ. കാരണം ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊരു ആൻസർ ചൂസ് ചെയ്യാനെങ്കിലും അറിഞ്ഞിരിക്കണം, കണ്ടിട്ടെങ്കിലും ഒരു കണ്ടുപരിചയമെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടീച്ചേഴ്സ് മാർക്ക് ചെയ്ത് തരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കും. കാരണം ഒരുപാട് നിങ്ങൾക്കുണ്ട് അല്ലെ? അബ്രിവേഷൻ പഠിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോമൺ റൂട്ട് വേർഡിനേക്കാൾ അബ്രിവേഷൻസ് ഒരുപാടുണ്ട് അല്ലെ? അപ്പൊ അത് മുഴുവൻ നിങ്ങൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഷോർട്ട് ആക്കി തരുന്നത്. എന്നാൽ പോലും മറ്റു ഭാഗങ്ങളൊന്ന് വായിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇൻ കേസ് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പറയാത്തതിൽ നിന്ന് വന്നാല് അതിന് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി ഒന്നും ഒരു വായിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരു കണ്ടുപരിചയമെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാം. അതല്ലാതെ ഒരുപാട് മൊത്തത്തിൽ നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. എല്ലാ ഭാഗങ്ങളും വായിച്ചു വെക്കുക, എന്നിട്ട് അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ അതാണ് ഇപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇനി നമുക്ക് നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മിസ് പഠിപ്പിച്ച ചാപ്റ്റേഴ്സില്ലേ, അപ്പൊ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരണം കേട്ടോ. വരുമോ? റിവൈസ് ചെയ്തിട്ട് വരും. അപ്പൊ നമുക്ക് ആ ഒരു ക്ലാസ് നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് എടുക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒരു പ്രിപ്പറേഷനും കൂടിയാവും
കേട്ടോ. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 and 2 മോഡ്യൂളിൽ മിസ് പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരണം കേട്ടോ, ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരണേ. അല്ലാതെ നമ്മളിവിടെ റിവിഷൻ നടത്തിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അത് ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് അത് റിവൈസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അത്രയും ഒന്ന് നാളത്തേക്ക് ചെയ്തു വരാം. അതുപോലെ തന്നെ ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങള് വായിച്ച് നോക്കാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിലും നാളെ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് ഇവിടെ വെച്ച് നിർത്താണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.